ഇന്ത്യൻ നിയമം അനുസരിച്ച് എതിരാണ്. 16 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷേ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ടൊക്കെ 16 വയസ്സിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നു അല്ലേ? നിങ്ങളൊക്കെ അന്ന് അങ്ങനെയല്ല കല്യാണം കഴിച്ചത് ആയിരിക്കാം. പണ്ടൊക്കെ അങ്ങനെയാണ്, 16 വയസ്സ് 15 വയസ്സ്. ഇപ്പം പറ്റൂല. ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സ് പെണ്ണ്, ആണിന് 21 വയസ്സ്. ശരി, ആ 18 വയസ്സാകുമ്പോൾ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തോ. പിന്നെ പഠിപ്പിച്ചോ, പഠിപ്പിക്കണ്ടെന്നാരും പറയുന്നില്ല, പഠിപ്പിച്ചോട്ടെ. അത് പിന്നെ ഭർത്താവ് പോയി പഠിപ്പിക്കട്ടെ ഇല്ലേ? പിന്നെ വാപ്പ പഠിപ്പിച്ചിട്ട് കെട്ടിക്കാൻ നിന്ന വാപ്പ കെട്ടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, തന്നെ പഠിച്ചങ്ങ് പോയിക്കോളും. ഇപ്പം നടക്കുന്ന സംഭവമൊക്കെ അതാണ്. അപ്പൊ വാപ്പാക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എൻ്റെ മകളെ ഒന്ന് റാഹത്തായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നീയത്തുണ്ടെങ്കിൽ 18 കലണ്ടറിൽ അടിച്ചാൽ ബിസ്മിയും പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്, നിക്കാഹ് വേറെ കാനോത്ത് വേറെ ഇല്ലേ? അങ്ങനെയല്ലേ അബീബേ? കാനോത്ത് നിക്കാഹ് ഒന്നാണോ? രണ്ടും ഒന്ന് തന്നെ. അപ്പൊ പിന്നെ കല്യാണം വേറെയാ? കാനോത്ത് അതായി പറഞ്ഞത്. പിന്നെന്ത് ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇത് കല്യാണം കഴിപ്പിച്ച് നിക്കാഹ് കഴിപ്പിച്ചിട്ട് അപ്പോഴേ കൈക്ക് കൊടുക്കൂലല്ലോ അല്ലേ? ഇല്ല, പിന്നെ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ട്. അല്ലാത്ത നിക്കാഹ് മാത്രം അഡ്വാൻസ് കൊടുത്തിട്ട് നിർത്തും, ഒളിച്ചോടി പോകാതിരിക്കാൻ. ചിലപ്പം വേറൊരു വിഷയമുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പം ഹലാലാക്കിയല്ലോ, അപ്പം ഇവർ തമ്മിൽ പിന്നെ ഫോൺ വിളി തുടങ്ങും. ഫോൺ വിളിക്കുമ്പോൾ 3-6 മാസം കൊണ്ട് ഇവളുടെ സ്വഭാവം ഇവനും മനസ്സിലാക്കും, അവൻ്റെ സ്വഭാവം ഇവളും മനസ്സിലാക്കും. നമ്മൾ യോജിക്കൂല, അത് അഫുറാക്കും ബൈനിയോ ബൈനക്കും തലാക്കിയല്ലോ, യാ അല്ലാഹ് വിട്ടേക്കാം. അതൊരു പ്രശ്നമാണ്. ഉണ്ടോ? അതൊരു പ്രശ്നമാണ്. ആണോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സംസാരിക്കാൻ ഫ്രീഡം ആയല്ലോ, കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ, നിക്കാഹ് കഴിച്ചു, ഹലാലായി. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വരച്ചേർച്ച പ്രശ്നം ഉണ്ടാകും. ഫോൺ വിളിക്കൊക്കെ സംസാരിക്കുക വെച്ചുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താവും സംഭവിക്കുക? ഓഹോ, നീ ഞാനും പറ്റുകയില്ല. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരാഴ്ച ഒറ്റയാഴ്ച ഒരു കടപ്പുറത്ത് പോയി. ഏത് അങ്ങനെ ഫോൺ കൊടുക്കുക. അത് തന്നെ ഈ ഫോൺ കൊടുക്കുന്ന മിഠായി കൊടുത്ത് ഉറപ്പിക്കല. അത് പറ്റില്ല. പെണ്ണുങ്ങളെ ഒരു കാരണവശാലും ഫോൺ വിളിക്കൽ നിക്കാഹ് ചെയ്യാതെ അനുവദനീയല്ല. മിഠായി കൊടുക്കൽ വായിൽ വെച്ച് കൊടുക്കുക, അതുകൊണ്ട് പെട്ടിയോട് കൊണ്ട് കൊടുക്കുക. അത് തന്നെ അങ്ങനെ കൊടുക്കില്ല. അത് ആളുകൾ ഉള്ളത് കൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ വായിൽ തന്നെ വെച്ച് കൊടുത്തന്നെ. എൻ്റെ അവൻ അതിനുകൊണ്ടൊരു ചാൻസ് നോക്കി അടക്കുകയാണ് സംഭവം. ഇന്നത്തെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. എന്തിനാ മിഠായി കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? കൊട്ടയും മിഠായിയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ എന്തിനു കൊടുക്കാൻ പോകുന്നത്? കല്യാണം കഴിച്ചിട്ട് നീ വായിൽ വെച്ച് കൊടുക്കണമെന്നാണ് വിധങ്ങൾ പറഞ്ഞത്. കല്യാണം കഴിച്ചിട്ട് അതിന് മുമ്പ് നീ കൊടുക്കാൻ നിൽക്കണ്ട. അതിന് മുമ്പ് നീ കൊട്ടയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. പെണ്ണിനെ കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. അവളെ നേരിട്ട് വിളിച്ച് അടുത്തിരുത്തി വിരലേക്ക് ഇങ്ങനെ വെക്കാൻ പറയണം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഇവളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന്, അവളുടെ ശരീരത്തിൻ്റെ ഘടന എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പണ്ട് ഷാഫി മതം അനുസരിച്ചൊരു നിയമമുണ്ട്. ഒരു പെണ്ണിൻ്റെ വാപ്പാട് അനുവാദത്തോടുകൂടി കൈവിരൽ പിടിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കാം എന്നൊരു അനുവാദം. ഒന്ന് അമർത്തി ഇങ്ങനെ നോക്കാം ആ പെണ്ണിൻ്റെ കൈ. അപ്പം അതിൽ നല്ല സ്പോഞ്ച് പോലെ ആണെങ്കിൽ ഓളുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഇല്ല എങ്കിൽ 4 മക്കളാകുമ്പോൾ നിൻ്റെ കഴുത്ത് വെട്ടുന്ന സാധനമാണെന്ന് മനസ്സിലാവും. അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു ജദീദായ കൗലാണ്. അതൊന്നും ഇപ്പം നിങ്ങൾ അനുവർത്തിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ അപ്പം പിന്നെ പെണ്ണ് കാണൽ കൂടും. ഓരോ പെണ്ണുങ്ങളുടെ കൈ പിടിച്ച് നിൽക്കാൻ തുടങ്ങും. പിന്നെ അവസാനം അതാര് പറഞ്ഞു? അതിനിപ്പോൾ EP പറഞ്ഞ് പെണ്ണുങ്ങളുടെ കൈക്ക് പിടിച്ച് വെക്കാനുള്ള അനുവാദം കിട്ടി ഇല്ലേ? ഇപ്പം നമുക്ക് പുതിയതായിട്ടൊരു പെണ്ണെട്ടാൻ തോന്നും ഇല്ലേ? ഒരു പൂതി വരും, നമുക്കൂടെ എന്നാ ഒന്ന് പോയി നോക്കിയാലോ. ഇങ്ങനെയൊക്കെ ഒരു നിയമമൊക്കെ നേരത്തെ പറയേണ്ട മൊഴിയാരെ ഇപ്പോഴാ പറയുക. ഇതൊക്കെ നമ്മൾ എത്ര എണ്ണത്തിനെ പോയിട്ട് പബ്സിൽ നിൽക്കുന്ന പോലെ നിൽക്കേനെ. അതൊന്നും വേണ്ട. അതൊക്കെ ഒരു നിയമങ്ങളുണ്ട്. അത് പെണ്ണിൻ്റെ വാപ്പാൻ്റെ മധ്യത്തിലൊക്കെ വെച്ച് അടുത്ത് വെച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഒരു പെണ്ണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോയി നോക്കിയിട്ട് എന്താ പഠിച്ചേ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ വന്നു, പെണ്ണ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പെണ്ണും കെട്ടണ്ട, ഒന്നും വേണ്ട, ആ കോലത്തിലായി. അത് കൊള്ളാം, അങ്ങനെ വേണം. അവളും കൂടെ ഇങ്ങോട്ട് ചോദിക്കണം, നീ എന്താ പഠിച്ചത്, നിനക്ക് എന്താ അറിയാം, കുറച്ച് ഇംഗ്ലീഷിൽ 2-3 വാക്കും വേർഡുകളൊക്കെ ചോദിക്കണം. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാനും പറ്റുമല്ലോ. അതൊക്കെ അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് കല്യാണം കഴിച്ചാൽ കൈയോട് അങ്ങോട്ട് പറഞ്ഞു വിടല ഹയർ. ഇല്ലെങ്കിൽ പിന്നെ പകുതിയിൽ വെച്ച് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വളാഞ്ചേരി ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, ഏർപ്പാട് ചെയ്ത് കയ്യിൽ കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ഹയർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് സംഭവിക്കൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറം ജില്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലയിലാണ് അഡ്വാൻസ് ബുക്കിംഗ് മാരേജ് അല്ലേ?
ഗൾഫിൽ പിന്നെ പാശ്ചാത്യ നാടുകളിൽ ചില മാരേജ് ഉണ്ട്. പാശ്ചാത്യ കോൺട്രാക്ട് മാരേജ്, കുറഞ്ഞ ദിവസത്തേക്ക് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം. അത് മുത്തഅത്തുൻ നിക്കാഹ് എന്ന അറബിയിൽ പറയുന്നത്. ഒരു 4 മാസത്തേക്ക് 5 മാസത്തേക്ക്. ഹൈദരാബാദിൽ പോയാൽ ഇപ്പോഴും ഉണ്ട് ആ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് തലാക്കി ഒല്ലിപ്പിച്ചിട്ട് ആ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ തലാക്കി ഇല്ലായിരുന്നല്ലോ, നേരത്തെ നിലമ്പൂരുണ്ടായിരുന്നു മൈസൂർ കല്യാണം. അത് തന്നെ പണ്ട്. അത് ഹറാമാണ്. അത് കോൺട്രാക്ട് മാരേജ് എന്നാണ്. അത് പാശ്ചാത്യ നാടുകളിലുള്ളതാണ്. വേറെ ഒരു കല്യാണം ഉണ്ട്, ട്രയൽ മാരേജ്. ട്രയൽ ചെയ്ത് നോക്കാം. ആദ്യം 1 മാസം എങ്ങനെ ഉണ്ടോ നോക്കാം. സംഭവം വണ്ടി സെൽഫ് എടുക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നോക്കിയിട്ട് പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു മാരേജ് ഉണ്ട്, ട്രയൽ മാരേജ്. അത് കൊള്ളാമല്ലേ? അങ്ങനെ ഒരു മാരേജ് പാശ്ചാത്യ നാടുകളിൽ ഉള്ളതായ സംഭവം ഞാനീ പറയുന്നത്. നമുക്ക് ചിരി വരും സംഭവം. ഇതൊന്നും വലിയ നമ്മളിപ്പോൾ ചിരിക്കണ്ട. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതാണ്. കോളേജിൽ പോകുമ്പോൾ ഈ ട്രയൽ എടുത്തിട്ടാണ് ഓക്കെ നിന്റെ വാപ്പായുടെ അടുത്ത് പറ, ഞാൻ സംസാരിക്കാം, നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയുന്നത്. അത് തന്നെയല്ലേ? ഈ അടുത്ത സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത് കേൾക്കണം. പോട്ടെ, പറയുന്നില്ല, വേണ്ട. എനിക്കത് പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ടെൻഷനാണ്. എന്തിനാണൊക്കെ പറയുന്നത്? അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പല പല മാരേജുകളാണ്. അതിൽപ്പെട്ട ഒരു മാരേജാണ് വൈഫ് സ്വാപ്പിംഗ്. അതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി നിയമം. വൈഫ് സ്വാപ്പിംഗ്, പരഭാര്യാപരണം. അങ്ങോട്ട് നിന്റെ ഇഷ്ടത്തിന്. ഇപ്പൊ പണ്ട് ഈ ക്ലബ്ബുകളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ചാവി കൊണ്ടുവന്ന് ഒരു പാത്രത്തിലിടുക, കുലുക്കുക, എന്നിട്ടിടുക. ഏത് ചാവിയാണോ എടുക്കുന്നത് ആ പെണ്ണുമായിട്ട് പോകാം. ഇപ്പോഴും ഉണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. വലിയ വലിയ ക്ലബ്ബുകളിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അവരെടുക്കാം. ഇതിന് വൈഫ് സ്വാപ്പിംഗ് എന്നാണ് പറയുക. ഇതെടുത്തിട്ട് അവരങ്ങോട്ട് പോവാം. ചിലപ്പോൾ നമ്മുടെ ചാവി തന്നെയായിരിക്കും. അവൻ വണ്ടി ഇടിച്ചവനെ പോലെയായിരിക്കും തിരിച്ച് വീട്ടിൽ പോവുക. എൻ്റെ കഷ്ടകാലത്തിന് എന്നെ തന്നെ അതിൻ്റെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഏത് ചാവിയാ എടുക്കാൻ പറ്റിയത്. അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇപ്പോഴും ഉണ്ട് അബീവേ. ഇതൊക്കെ നിലവിലുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ ഇസ്ലാമിക പുരാതന കാലഘട്ടത്തിൽ അനറബികൾ, ജാഹിലിയങ്ങൾ ചെയ്തിരുന്ന നിക്കാഹിനെ കുറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കൂട്ടത്തിലൊക്കെ ഇതുണ്ട്. ഈ വരുന്ന വിഷയങ്ങളൊക്കെ അതുണ്ട്. അത് പോകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 18 വയസ്സാകുമ്പോൾ നിങ്ങൾ കെട്ടിച്ചുകൊടുക്കും. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു 21 വയസ്സ് അല്ലെങ്കിൽ ഒരു 22 വയസ്സ് കല്യാണം കഴിച്ചുകൂടെ? റാഹത്തല്ലേ? അവൻ പിഴച്ചു പോവില്ല. എന്റെ കുട്ടി വളർന്നിട്ടില്ല, ഉമ്മ സമ്മതിക്കൂല. 21 വയസ്സല്ല, 29 വയസ്സാലും പെണ്ണെട്ടിക്കൂല ഉമ്മമാര്. ചില ഉമ്മമാര് സമ്മതിക്കൂല. എന്റെ കുട്ടി വളർന്നിട്ടില്ല, എന്റെ മോനെ ഓം വളർന്നിട്ടില്ല. കല്യാണം കഴിച്ചു കൊടുത്ത 1 വർഷത്തിൽ 2 മക്കളെ പ്രസവിപ്പിക്കാനുള്ള വളർച്ച അവനുണ്ട്. എന്റെ പൊന്നുമ്മ, ഇനി നിങ്ങൾക്ക് ബോധം വെച്ചിട്ടില്ലല്ലോ, ഒന്നും മനസ്സിലാക്കി കൊടുക്കുക. എന്തായത്? അതുകൊണ്ട് 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിക്കുക, 21 വയസ്സാകുമ്പോൾ ആൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മാതാപിതാക്കൾ. കല്യാണ ദിവസം പറയേണ്ടത് നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണ്. കല്യാണ ദിവസം തന്റെ പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് പാപ്പ പറയട്ടെ, തന്റെ മകളുടെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ, തന്റെ മകന്റെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ, യാ ബുനയ്യ, മകനെ, മകളെ, അദ്ദബ്തുക, നിന്റെ ഉപ്പയാണ് മകളെ പറയുന്നത്. അദ്ദബ്തുക, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു. വഅല്ലംതുക, നിനക്ക് ഞാൻ ഭൗതികമായ ആത്മീയമായ വിജ്ഞാനം പഠിപ്പിച്ചു തന്നു. വഅൻകഹതുക, നീ പിഴച്ചു പോകാതെ നിനക്ക് അനുയോജ്യയായ ഇണയെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നു. ശേഷം ആ വാപ്പ അള്ളയോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു ഉമ്മ എന്ന നിലയിൽ, ഈ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ എന്ന നിലയിൽ പടച്ചവനെ തന്റെ മക്കളെ വളർത്തിയെടുത്ത് മര്യാദ പഠിപ്പിച്ച് ഇൽമു പഠിപ്പിച്ച് അവർക്ക് അനുയോജ്യരായ വിവാഹം ഞാൻ നടത്തിക്കൊടുത്തു. അല്ലാ, ഇനി എന്റെ മക്കള് പിഴച്ചു പോയാൽ, ഇനി എന്റെ മക്കള് വ്യഭിചരിച്ചാൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ നീ ഞങ്ങളെ പിടിക്കരുതേ അല്ലാ. അല്ലാഹു
اللهم إني أعوذ بك من فتنته في الدنيا وعذابه في الآخرة. എൻ്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ മക്കളുടെ തെറ്റുകൾ കാരണമായി ഞങ്ങളെ അപമാനിക്കരുതേ, കളിയാക്കരുതേ, നിസാരപ്പെടുത്തരുതേ എന്ന് ഓരോ മാതാപിതാക്കളും കല്യാണ സദസ്സിൽ വെച്ച് പറയണമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് നടത്തി കൊടുത്തിട്ട് തൻ്റെ മകളെ വിളിച്ചിട്ട് പറയണം, മോളെ നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിന്റെ ഉപ്പയാണ് ഞാൻ. അവളുടെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് പറയണം, മോളെ നിന്റെ ഉപ്പയാണ് ഞാൻ, നിന്നെ ഞാൻ എൻ്റെ ഹക്കനുസരിച്ച് നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചെന്നു, എൻ്റെ കൺമുന്നിൽ നീ പിഴച്ചിട്ടില്ല, നിനക്ക് യോജിച്ച ഒരു വരനെ ഞാനിതാ കണ്ടെത്തി തന്നു, അവൻ്റെ കൈകളിൽ നിന്നെ ഏൽപ്പിച്ചു. ഇനി നീ തെറ്റ് ചെയ്താൽ ആഖിറത്തിൽ നിന്റെ ഉപ്പ കുറ്റക്കാരനല്ല. അത് പറയണം. ഏതെങ്കിലും വാപ്പന്മാർ പറയാറുണ്ടോ? ഇല്ല. പറയാറുണ്ടോ? ഇല്ല. ഇനി പറയണം. സുന്നത്താണ്. നബി തങ്ങൾ പറഞ്ഞ വാക്കായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാൻ. അത് പറയൂല. കെട്ടിപ്പിടിച്ചിട്ട് കരയല്ലേ മോളെ, ഉപ്പ ഇപ്പൊ വരും, നീ അങ്ങോട്ട് പൊയ്ക്കോ, നീ കരയല്ലേ എൻ്റെ പൊന്നല്ലേ, കരളല്ലേ, നീ കരയല്ലേ, നീ പൊക്കോ, ഞാനും ഉമ്മയും പുറകെ വരാം. ഇതാ പറയാ. ഇത് പറയൂല്ലോ. പണ്ട് കരയായിരുന്നു, ഇപ്പൊ കരച്ചില്ലൊന്നുമില്ല. പണ്ടാരോ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, ഇത് ഇറങ്ങിപ്പോന്ന അറിയാം എങ്ങനെയെങ്കിലും. അതല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഇത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറയണം. അതൊരു ഹൃദയത്തിൻ്റെ വാക്കാണ്, ഹൃദയസ്പൃക്കാൻ അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. പടച്ചവനെ, എൻ്റെ മക്കളെ ഞാൻ എൻ്റെ കണ്ണിനുള്ളിയായി ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നു, അവൾ പിഴച്ചു പോകാതെ ഞാനൊരു ഹലാലായ നിലയിൽ ഞാനിതാ ഏൽപ്പിച്ചു. ഇനി അവൾ പിഴച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല. അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകരിച്ചാൽ നമ്മൾ നാളെ ആഖിറത്തിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഈ കുട്ടി പിഴച്ചു പോയാൽ പിന്നെയും വാപ്പാക്ക് ഉത്തരവാദിത്തമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഹലാലായ നിലയിൽ, ഖൈറായ നിലയിൽ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുത്ത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ മാതൃക മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഈ അലിഫിൻ്റെ കൂട്ടായ്മ വിളിച്ചു കൊണ്ടുവന്ന് വിഷയം തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ പറയാം. എങ്കിൽ തന്നെയും ഏകദേശം ഒരു അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതുമായ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലേക്കാ? ഏകദേശം ആൺകുട്ടിയോടും പറയണം, പെൺകുട്ടിയോടും പറയണം. അതായത് നമ്മളിപ്പോൾ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചത് പെൺകുട്ടി, ഇപ്പം ആണിനെയാണ് നമ്മൾ കെട്ടിക്കുന്നതെങ്കിൽ ആൺകുട്ടിയുടെ കയ്യിൽ വാപ്പാടെ കടമയാണ് മക്കളോട് പറയുക. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. കുടുംബബന്ധം മുറിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞല്ലോ. 5 കാര്യത്തിൽ കുടുംബബന്ധം വിശദീകരിക്കണമെങ്കിൽ ഇനി ഒരു ദിവസം വാൾ വയ്ക്കണം. 2 മണിക്കൂർ അതിൻ്റെ വിഷയം. 2 ദിവസം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയണം. അല്ലെ എല്ലാം കൂടെ പറയാം. ഇപ്പം തന്നെ 15 മിനിറ്റ് ഓവർ ടൈമാണ്. ഇല്ല കുഞ്ഞാപ്പൂവിൻ്റെ നാട്ടിലൊക്കെ പോയി 1.5 മണിക്കൂറേ പ്രസംഗിക്കുള്ളൂ. ഇതിപ്പോൾ 2 എന്താ പിരിവില്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എപ്പോഴും ഉടായ്പ കാണിച്ച് എഴുന്നേറ്റ് പോയേനെ ഞാൻ. അൽഹംദുലില്ലാ, അള്ളാഹു മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഇനി ഒരു ദിവസം അടുത്ത വർഷം അള്ളാഹു തൗഫീഖ് കുടുംബ ബന്ധം മുറിക്കുന്നതിൻ്റെ കാണാപ്പുറങ്ങൾ, കുടുംബ ബന്ധവുമായി ബന്ധം, അതൊക്കെ 2 മണിക്കൂർ അതിൻ്റെ ഹദീസും ആയത്തും ഓതി പ്രസംഗിച്ചെങ്കിലേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് പെട്ടെന്ന് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. ഭൂകമ്പവും ഭൂമി കുലുക്കും ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ. ഇൻഷാ അല്ലാഹ് ഏകദേശമൊക്കെ അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അമൽ ചെയ്യട്ടെ, പിന്നെ ബാക്കി നോക്കാം. എല്ലാം കൂടെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ പോകും. അതുകൊണ്ട് കുറേശ്ശെയൊക്കെ അമലിൽ കൊണ്ടുവരാൻ ഞാനും പരിശ്രമിക്കാം, നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. സീനത്തുൽ ഹയാത്തിദ് ദുനിയാ അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും സന്താനങ്ങളും ദുനിയാവിന്റെ അലങ്കാരമാണ്. സമ്പത്തും സന്താനങ്ങളും ദുനിയാവിന്റെ അലങ്കാരമാണ്. രണ്ടും ചേർത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സമ്പത്തിനോട് ഉപമിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ പല ഭാഗങ്ങളും നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ കൂട്ടത്തിൽ സമ്പത്തും കൂടെ ചേർത്ത് പറയാറുണ്ട്. ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനം ഫിത്നയാണ്. അല്ലാഹു തന്നെ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവിന്റെ വാക്കാണിത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ടും കൂടെ ചേർത്ത് അല്ലാഹു തആല വായിക്കുമ്പോൾ ഇതിലെന്തോ ഒന്ന് ഒട്ടിക്കിടപ്പുണ്ടല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഉണ്ട്.
നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഉപ്പക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഉമ്മയ്ക്ക് കൊടുക്കുന്നത്. ഇതേപോലുള്ള ദീനിന്റെ സദസ്സുകളിൽ നിങ്ങൾ വെച്ച് നീട്ടുന്ന സദഖകൾ ഇതെല്ലാം നമ്മുടെ സമ്പാദ്യമാണ്. കുറെ പണം വാരിക്കൂട്ടിയിട്ട് കാര്യമില്ല, കുറെ പണം വലിച്ചെറിഞ്ഞ് സദഖ ചെയ്തിട്ടും കാര്യമില്ല. ചെയ്യുന്നതിന് കൂലി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ക്വാണ്ടിറ്റി ആഗ്രഹിക്കുന്നില്ല, അള്ളാഹ്ക്ക് ആഗ്രഹം ക്വാളിറ്റിയാണ്. 100 റക്അത്ത് നീ നമസ്കരിക്കൽ അള്ളാഹ്ക്ക് ആവശ്യമില്ല, 2 റക്അത്ത് ഇഖ്ലാസോടെ നമസ്കരിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. കൂടുതൽ ഞാൻ 100 റക്അത്ത് നിസ്കരിച്ചു, ഞാൻ 50 റക്അത്ത് നിസ്കരിച്ചു, ഞാൻ 20 ഉംറ ചെയ്തു, ഞാൻ 100 ഉംറ ചെയ്തു, ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഈ കണക്കൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നീ ചെയ്യുന്ന ഒരു ഉംറ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ അത് തന്നെ ഏറ്റവും വലിയ. നമ്മളിവിടുന്ന് പെണ്ണുങ്ങളൊക്കെ പോയിട്ട് ഉംറ ചെയ്തിട്ട് ചുമ്മാ നടുവിൽ വേണ്ടത് ആദ്യം ഓടി ഓടി ഉംറ ചെയ്യും, പിന്നെ ഇവിടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട്, പിന്നെ അവിടെ ഇങ്ങനെ കൈ പിടിച്ചിട്ട്, പിന്നെ ആരെല്ലാം തോളിൽ കൈ പിടിച്ചിട്ട്, എന്തിനിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു ഉംറ ചെയ്യണം? എന്നിട്ട് കണക്ക്, എടി ഞാൻ 12 ഉംറ ചെയ്ത്, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. ഞാൻ 20 ഉംറ ചെയ്ത്, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ. ആരോട്? ആ നാട്ടുകാരോട് പോയി പറയാനായി ഉംറ എടുക്കാൻ പോകുന്നത്? ചെയ്യുന്ന അമൽ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അതാണ് നമ്മൾ കൈകെട്ടിട്ട് വജ്ജഹത്തു എന്താ പറയാ? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഹനീഫ മുസ്ലിമ, ഋജുമാനസനായ ഞാൻ നിന്റെ മുന്നിൽ 24 ക്യാരറ്റ് മുസ്ലിമായിട്ട് ഞാൻ നിൽക്കുന്നു പടച്ചവനെ. അതിലൊരു കളങ്കമില്ല അല്ലാഹ്. ഇന്റഗ്രിറ്റി, സിൻസിയറിറ്റിയോട് കൂടി നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു അല്ലാഹ്. അതാണ് നമ്മൾ ഈ വജ്ജഹത്ത് ഓതുമ്പോൾ പറയുന്നത് എല്ലാം അല്ലാഹുലേക്ക്. ഇത് ആര് പറഞ്ഞതാ? ആര് പഠിപ്പിച്ചതാ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ വാക്കാണ് ഇന്ന് നമ്മൾ അത് അനുവർത്തിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നിസ്കരിക്കുമ്പോൾ നിയത്ത് ഉസല്ലി ലില്ലാഹി തആല സലാത്തുൽ ഫജ്ർ, ഉസല്ലി ലില്ലാഹി തആല സലാത്തുൽ ളുഹർ, ഉസല്ലി ലില്ലാഹി തആല. നമ്മൾ മൊത്തം നിയത്ത് എടുക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി. നമ്മുടെ സകല അമലുകളും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ സമ്പാദ്യം. നമ്മളൊരു കുട്ടിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചാടിക്കയറലല്ല വേണ്ടത്. അവിടെയും കുറച്ച് കർമ്മങ്ങളുണ്ട്, അവിടെയും കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു ദുആ ഉണ്ട്. അള്ളാഹുവേ പടച്ചവനെ, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ പിശാചിന്റെ ഷർറില്ലാത്തൊരു കുട്ടിയെ തരണേ അല്ലാഹ്. അവിടെ പിഴച്ചാലും പിന്നെയുള്ള കുട്ടികൾ മൊത്തം പിഴച്ചു. അവിടെ പിഴയ്ക്കാതെ ഓർമ്മയോടുകൂടിയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റിയതെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ക്വാളിറ്റിയുള്ള കുട്ടികളായി മാറി. ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു നല്ല സന്താനത്തെ വാർത്തെടുക്കണമെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. എങ്ങനെയെങ്കിലും ഉണ്ടായാലും കുട്ടികളുണ്ടാവും, ബലാത്സംഗം ചെയ്താലും കുട്ടികളുണ്ടാകും. കുട്ടികൾ ഉണ്ടാകലല്ല വിഷയം, ഉള്ള കുട്ടി ക്വാളിറ്റിയുള്ള കുട്ടിയായിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്, എന്റെ കുട്ടി ആരായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന്. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام. ആദരവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നാഥനേ ഈ പരിശുദ്ധമായ മണ്ണിനെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്, ഇതിനെ നീ സംരക്ഷിക്കണമേ അല്ലാഹുവേ, സുരക്ഷയുടെ മണ്ണാക്കി മാറ്റണമേ നാഥാ. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബയുടെ പൂമുഖത്ത് ചെയ്ത് ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു അത്രേ. റബ്ബ് ഇജ്അൽ ഹാദൽ ബലദ ആമിനാ, ഈ മണ്ണിനെ നീ സുരക്ഷയുള്ള മണ്ണാക്കി മാറ്റണേ അല്ലാഹ്, നിർഭയത്വമുള്ള മണ്ണാക്കി മാറ്റണേ അല്ലാഹ്. അതോടുകൂടി മഹാനവറുകളുടെ ദുആ പൂർത്തീകരിച്ചില്ല, അവസാനിപ്പിച്ചില്ല. വീണ്ടും ദുആ ചെയ്യുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും പിശാചുകളുടെ, ദുർമൂർത്തികളുടെ, ബഹുദൈവ ആരാധകരിൽ നിന്ന് നീ സംരക്ഷിക്കണമേ അല്ലാഹ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ നല്ലപോലെ ശ്രദ്ധിക്കണം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ദുആ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ ചെയ്ത ദുആ. എന്താ ചെയ്തത്? എൻ്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. എന്തിനാ ഈ മക്കളും കഅബയായിട്ട് എന്താ ബന്ധം? ഈ മക്കളും കഅബയായിട്ട് എന്താ ബന്ധം? എന്തിനാ മക്കളെ മദ്രസയിൽ പറഞ്ഞു വിടുന്നത്? രാവിലെ കുട്ടികൾ ഉമ്മമാർക്ക് മദ്രസയിൽ പറഞ്ഞു വിടൽ വലിയ കാര്യമൊന്നുമില്ല. അരമണിക്കൂർ, 3/4 മണിക്കൂർ, 45 മിനിറ്റ്, 50 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് ബെല്ലടിക്കും. ബാക്കി 9 മണിക്കൂർ സ്കൂള്. കൂടുതലും പഠിക്കുന്നത് ഭൗതികത. ആത്മീയത വളരെ തുച്ഛം. ഉമ്മ ആരാന്ന് മോനറിയില്ല, ഉപ്പ ആരാന്നറിയില്ല, ഭാര്യ ആരാന്നറിയില്ല, ഭർത്താവ് ആരാന്നറിയില്ല. മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്നും അറിയില്ല. കാരണം പഠിക്കാൻ സമയമില്ലല്ലോ. പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നു, അതിന്റെ ചൂടെത്ര, ചന്ദ്രൻ ഏത് ദിക്കിലാണ്, താരകങ്ങൾ എത്ര, ഭൂമിയുടെ വിസ്തീർണം എത്ര, കാറ്റടിക്കുന്നത് എവിടെ, ഇതൊക്കെ ആ കൂടുതൽ പഠിക്കുക. ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നിൽ വന്ന് കാറ്റിന്റെയും ഗോളത്തിന്റെയും ഗ്രഹത്തിന്റെയും ഉപഗ്രഹത്തിന്റെയും ചരിത്രം പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ? ഉമ്മയ്ക്ക് ആവശ്യമെന്ത്, ഉപ്പക്ക് ആവശ്യമെന്ത്? എന്റെ മകൻ എന്നെ അനുസരിക്കുന്നവനാകണം, എന്റെ മകൻ അള്ളാഹയെ അനുസരിക്കുന്നവനാകണം, എന്റെ മകൻ എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നവനാകണം, എന്റെ മകൻ എനിക്ക് ദുആ ചെയ്യുന്നവനാകണം, എന്റെ മകൻ ഞാൻ ആദ്യം മരിച്ചാൽ എന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കുന്നവനാകണം, എന്റെ മകൻ എന്റെ ഖബറിന്റെ അരികിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാകണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഉപ്പക്കും ഉമ്മക്കും അനിവാര്യം എന്താണ്? തുടക്കത്തിലെ ദുആ ചെയ്യണം. മകൻ ആരായിരിക്കണം, മക്കൾ ആരായിരിക്കണം? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്റെ സന്താന പരമ്പരകളെ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളെ അനുകരിക്കുന്ന മക്കളാക്കരുത് അല്ലാഹ്. പടച്ചവനെ, വടവൃക്ഷങ്ങളുടെ മുന്നിൽ, പടച്ചവനെ, ബഹുദൈവങ്ങളുടെ മുന്നിൽ, അല്ലാഹുവേ, കല്ലിന്റെ മുന്നിൽ, മണ്ണിന്റെ മുന്നിൽ പോയി നമ്രശിരസ്കരായി അവർക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്ന അഹങ്കാരികളായ മക്കളെ നീ നൽകരുതേ അല്ലാഹ്. മുസ്ലിം പെൺകുട്ടികൾ എത്ര പേരെ ഒളിച്ചോടി പോയിട്ട് ദൈവത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു? ബിംബത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന എത്ര മുസ്ലിം പെൺകുട്ടികൾ? ഇതുകൊണ്ടാണ് ആദ്യമേ ദുആ ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ? 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോയി നിൽക്കുന്നത് എവിടെ? ഒളിച്ചോടി പോകുന്നു. സ്വന്തം വാപ്പയെയും ഉമ്മയെയും പണയപ്പെടുത്തി, സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ച്, ആ മാതാപിതാക്കൾക്ക് ഒരു തരിമ്പ്, ഒരു കടുക് മണിയുടെ സ്ഥാനം പോലും കൊടുക്കാതെ 10, 18, 20 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് താലോലിച്ച് വളർത്തിയ നമ്മുടെ മുത്തുമോൾ എവിടേക്ക് പോകുന്നു? ശിർക്കിന്റെ ഇന്നലകളിൽ പരിചയപ്പെട്ട, മിനിഞ്ഞാന്ന് പരിചയപ്പെട്ട, കേവലം 1 വർഷം 2 വർഷം കോളേജ് ക്യാമ്പസിൽ പരിചയപ്പെട്ട കാഫിറിന്റെ കൂടെ, മുശ്രിക്കിന്റെ കൂടെ ഈ മുസ്ലിം പെണ്ണ് പോകുന്നു. അവളുടെ തട്ടം അഴിച്ചു മാറ്റുന്നു, അവളുടെ നമസ്കാര തഴമ്പ് മായ്ച്ചു കളയുന്നു, ഇസ്ലാമിക ശരീഅത്തിനെ പണയപ്പെടുത്തുന്നു. ആ സ്ഥാനത്ത് കുഫറിന്റെയും ശിർക്കിന്റെയും അടയാളം അവൾ വരച്ചു വെക്കുന്നു. ഇല്ലേ? ശരിയല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ ബീവി അസൂറ, എന്റെ ബീവി ഫാത്തിമ, എന്റെ മോള് സെമീന, എന്റെ മോള് സെറീന, എന്റെ മോള് ലുബിന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയതെവിടെ? ശരീഅത്തിന്റെ കോട്ടയിൽ നിന്ന് ശിർക്കിന്റെ കോട്ടയിലേക്ക്. ആദ്യം വാപ്പാടെ ഉമ്മാടെ ഉത്തരവാദിത്തം. ഈ മക്കള് നന്നാവണമെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. ഇബ്രാഹിം നബി പഠിപ്പിച്ചെന്ന ദുആ ഞാൻ പറയും. സൂറത്ത് ഇബ്രാഹിം. എന്താ ദുആ ചെയ്തത്? അല്ലാഹു, എന്റെ മക്കളെ നീ ശിർക്കിന്റെ മക്കളാക്കല്ലേ അല്ലാഹ്. എന്റെ മക്കളെ ബഹുദൈവ ആരാധകരാക്കല്ലേ പടച്ചവനെ. തുടക്കത്തിലെ ദുആയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ആര് ദുആ ചെയ്യുന്നുണ്ട്? ഞാൻ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഒളിച്ചോട്ടം, അതുകൊണ്ടല്ലേ ഈ പെണ്ണ് ഒളിച്ചോടി പോകുന്നത്. അവക്കെന്ത് അല്ലാഹ്, അവക്കെന്ത് ദീന്, അവക്കെന്ത് റസൂല്, അവക്കെന്ത് ആഖിറം, അവക്കെന്ത് ഖബർ, അവർക്കെന്ത് മഹ്ശർ, അവക്കെന്ത് മഹ്ശർ. 19 വർഷം 20 വർഷം 18 വർഷം ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിച്ച് വളർന്നു വന്ന പെണ്ണ് ഇന്നലെ ഒരു കോളേജ് ക്യാമ്പസിൽ കണ്ട ഒരു കാഫിറിനോടൊപ്പം ഒളിച്ചോടി പോകണമെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് വേണ്ടവണ്ണം അവൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പൊതുവിന്റെ ഫർളും നിസ്കാരത്തിന്റെ ഫർളും പഠിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചാലും തീരുകയില്ല. അത് പഠിക്കണം. അള്ളാഹയെ കുറിച്ച് അറിയണം, നബിയെ കുറിച്ച് അറിയണം, സഹാബാക്കളെ കുറിച്ച് അറിയണം, ഖബറിനെ കുറിച്ച് അറിയണം, മഹ്ശറിനെ കുറിച്ച് അറിയണം, ആഖിറത്തെ കുറിച്ച് അറിയണം, ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് അറിയണം. അതറിയില്ല, നമുക്കറിയില്ല. അതിന് സമയം നമ്മൾ ചെലവ് ചെയ്യാറില്ല. അതിന് നമ്മൾ സമയം ചെലവ് ചെയ്യാറില്ല. മദ്രസയിൽ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് സ്കൂൾ ബസ് വന്നു, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകലാ ചെയ്യാം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ എന്താണ് അടുത്തത്? കഅബയുടെ പൂമുഖത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. ആരെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ. അതുകൊണ്ടാണ് മദ്രസകൾ പള്ളിയുമായി കേന്ദ്രീകരിച്ചത്. റബ്ബനാ ലിയുഖീമുസ്സിന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദ് ഗൈരി
زرع عند بيتك المحرم ربنا ليقيموا الصلاة ربنا ليقيموا الصلاة അല്ലാഹുവേ നാഥനേ പടച്ചവനേ എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബിനിയെ എൻ്റെ സന്താനത്തെ നിന്റെ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ് അല്ലാഹ്. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ താമസിപ്പിച്ചത് ഇവിടെ തിയേറ്ററിലല്ല, ബാറിലല്ല, റിസോർട്ടിലല്ല, ഹോട്ടലിലല്ല, ആരാമത്തിലല്ല, മോട്ടലിലല്ല, വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്റ്റലിൽ ഒന്നുമല്ല. പിന്നെ എൻ്റെ മകനെ ഞാൻ എവിടെയാണ് താമസിപ്പിച്ചത്? ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്താണ് റബ്ബേ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഅബയുടെ പൂമുഖത്ത് കൊണ്ടുപോയി ഇബ്രാഹിം നബിയുടെ മക്കളെ താമസിപ്പിച്ചത്? എന്തിനാ താമസിപ്പിച്ചത്? അവിടെ കഅബയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനാണ്? പള്ളിയുടെ തിരുമുറ്റത്ത് താമസിപ്പിച്ചത് എന്തിനാണ്? എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താ? റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, അവർ നിന്നെ അറിയാനാണ് നാഥാ, അവർ നമസ്കാരമുള്ളവരാണ് നാഥാ, അവർ നോമ്പെടുക്കാനും ഇബാദത്ത് ചെയ്യാനും സ്വർഗത്തിന്റെ അഹ്ലുകാരനാകാനുമാണ് എന്റെ മക്കളെ ഞാൻ കഅബയുടെ പൂമുഖത്ത് താമസിപ്പിച്ചത് റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, അല്ലാഹുവിന്റെ മക്കളായി, അല്ലാഹുവിന്റെ അടിയാറുകളായി, നമ്മുടെ ദീനിന്റെ അഹ്ലുകാരായി മാറണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മക്കളെ താമസിപ്പിച്ചെങ്കിൽ സാധ്യമാകൂ, ഇല്ലെങ്കിൽ സാധ്യമാവില്ല.